വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ്. അതിനുവേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 250 ഗ്രാം ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 സബോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, പിന്നെ 3 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. കൂടാതെ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് മുളക് പൊടി, കറി മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കറി മസാല പൊടി, 1/2 സ്പൂൺ ഉപ്പ്. ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് 10 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആ പ്രോൺ വറുത്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പ്രോൺ നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. റോസ്റ്റ് ആയിട്ട് നമുക്കിത് ഇനി പാനിൽ മാറ്റാം. ഈ പാനിലേക്ക് തന്നെ നമുക്ക് സബോള ഇട്ട് വഴറ്റാം. ആ പാനിലേക്ക് തന്നെ നമ്മൾ സബോള ഇട്ടു. ഇനി അത് നന്നായി വഴറ്റാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമുക്ക് വഴറ്റാം. വേഗം വഴന്ന് വെച്ചത്. സബോള വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിടാം. അതുപോലെ പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇടാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനെടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. 1 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി,
ഇവ നന്നായി മൂക്കുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പൊടികളിലെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റാം. പച്ചമണമൊക്കെ പോയി. ഇനി നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു വരുന്ന വരെ നമുക്ക് ഇത് ചെയ്യാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഈ പ്രോൺ ഇതിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി മൂടി വെച്ച് 5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.